ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിൽ ഒരു വലിയ മുറിവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് 2023 ഏകദിന ലോകകപ്പ് അവസാനിച്ചത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ടൂർണമെന്റിലെ ഒറ്റ മത്സരത്തിൽ പോലും തോൽക്കാതെ ഫൈനലിലേക്ക് കുതിച്ച ഇന്ത്യ ഫൈനലിൽ പാറ്റ് കമ്മിൻസിന്റെയും സംഘത്തിന്റെയും നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വീണുപോയി. ഇപ്പോൾ ഇതാ രോഹിത് ശർമ്മ ഹൃദയഭേദകമായ ആ തോൽവിയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ്. ലോകകപ്പിലെ ഫൈനലിലെ തോൽവിക്ക് ശേഷം പൂർണ്ണമായും തകർന്നുപോയിരുന്നു. ഒരു വേള ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് വരെ ആലോചിച്ചിരുന്നു. എന്നാൽ താൻ എത്രത്തോളം ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒന്നാണ് ലോകകപ്പ്. അത് പെട്ടെന്ന് വിട്ടുകളയാൻ സാധിക്കില്ലെന്നും മനസ്സിലാക്കി കളത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നാണ് താരം പറഞ്ഞത്. ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന എല്ലാവരും നിരാശരായിരുന്നു. ലോകകപ്പിന് 2-3 മാസത്തിനു മുമ്പല്ല, 2022 ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് മുതൽ ലോകകപ്പ് നേടുന്നതിനായി തയ്യാറെടുക്കുകയായിരുന്നു എന്നും രോഹിത് കൂട്ടിച്ചേർത്തു. മാസ്റ്റേഴ്സ് യൂണിയൻ ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു രോഹിത്. 2024 T20 ലോകകപ്പും ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും അടക്കം സ്വന്തമാക്കിയെങ്കിലും 2023 ലോകകപ്പ് രോഹിത്തിനെ വേട്ടയാടുന്നുണ്ടാവുമെന്നുറപ്പ്. T20യിൽ നിന്നും ടെസ്റ്റിൽ നിന്നും വിരമിച്ച രോഹിത്തിന്റെ ഏക ലക്ഷ്യം 2027 ഏകദിന ലോകകപ്പ് തന്നെയാണ് എന്ന് വ്യക്തം. ഫിറ്റ്നസിലും കളിക്കളത്തിലും ഓരോ തവണയും താരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഈ വർഷം മാർച്ചിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിക്കൊടുത്തിട്ടും ശേഷം നടന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിനുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. എന്നാൽ ബാറ്റുകൊണ്ടാണ് രോഹിത് എല്ലാത്തിനും മറുപടി പറഞ്ഞത്. 1 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും അടക്കം അടിച്ചുകൂട്ടി പരമ്പരയിലെ പ്ലെയർ ഓഫ് ദ സീരീസും കരിയറിൽ ആദ്യമായി ഏകദിനത്തിലെ 1ാം റാങ്ക് നേടിയെടുത്തു. ക്രിക്കറ്റിനായി എല്ലാം നൽകിയ രോഹിത്തിനൊപ്പം ഇന്ത്യ 2027 ലോകകപ്പിൽ മുത്തമിടുമോ? കാത്തിരിക്കാം.